ഹായ് എവരിവൺ, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ യാത്ര കുറച്ച് ദുർഘടം പിടിച്ച ഒന്നാണ്. ഉത്തരാഖണ്ഡിൻ്റെ അറ്റത്തായിട്ട് നേപ്പാളിൻ്റെയും ടിബറ്റിൻ്റെയും അതിർത്തികൾക്കടുത്ത് ഭൂമിയിലെ കൈലാസത്തിൻ്റെ പ്രതിബിംബം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പർവ്വതമുണ്ട്, ആദി കൈലാഷ്. ഛോട്ടാ കൈലാഷ് എന്നറിയപ്പെടുന്ന ഈ പർവ്വതം ഹിന്ദു മിത്തോളജിയിലൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. നൂറ്റാണ്ടുകളായിട്ട് സന്യാസിമാരും തീർത്ഥാടകരും യാത്രികരും ഒക്കെ ഒരു പ്രിയപ്പെട്ട സ്ഥലമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. ഇവിടുത്തെ യാത്ര ആരംഭിക്കുന്നത് ധാർചുലയിൽ നിന്നാണ്. നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ചെറിയ ഹിമാലയൻ പട്ടണമാണ് ധാർചുല. ഒരുപാട് മലകളും താഴ്വാരങ്ങളും പാഞ്ഞൊഴുകുന്ന നദികളും ഒക്കെയുള്ളൊരു സുന്ദരമായ സ്ഥലം. ഇങ്ങോട്ടുള്ള റോഡുകൾ സഞ്ചാരയോഗ്യമായിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. എന്നാലും വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. പാണ്ഡവർ സ്വർഗത്തിലേക്കുള്ള അവസാന യാത്രയിൽ ഈ മലനിരകൾ കടന്നുപോയി എന്നാണ് അറിയപ്പെടുന്നത്. ഗൂഞ്ചിയും നാബിയും പോലുള്ള ഗ്രാമങ്ങൾ കടന്നു പോകുമ്പോൾ ഇന്ത്യയുടെ വളരെ കുറച്ച് ആളുകൾ മാത്രം കാണുന്നൊരു ലോകം തന്നെ നമുക്ക് തുറന്നു കാണാം. കുറേ ദൂരം വരുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആദി കൈലാശിലെ ദർശനം കിട്ടുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലിംഗ് ആണ്. പ്രകൃതിയും ദൈവവും കൂടി ചേരുന്ന ഒരു സ്ഥലം, അതിൻ്റെ അടുത്ത് പാർവതി സരോവർ. അതൊന്നും ഒരു ക്യാമറയ്ക്കും നമുക്ക് പൂർണ്ണമായിട്ട് പകർത്താനാവില്ല, വിവരിക്കാനും എത്രത്തോളം സാധിക്കുമെന്ന് എനിക്കറിയില്ല. ചില സ്ഥലങ്ങൾ അങ്ങനെയാണ്, നമുക്ക് വിവരിക്കാനോ പറഞ്ഞു തരാനോ ഫോട്ടോ എടുത്താലൊന്നും ഇത് ഒരു പൂർണ്ണത ഉണ്ടാവില്ല, അത് അനുഭവിക്കാൻ